എൻ്റെ പേര് അതുല്യ. ഞാൻ UK നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആദ്യമായി ഞാൻ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എനിക്ക് ഉടമ്പടി വഴി എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നോൺ ക്രിസ്ത്യൻ ആണ്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂൺ 29, 2022 ഞാൻ അന്ന് ഇവിടെ വന്ന് ഒരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൻ്റെ സാക്ഷ്യം പറയാൻ വന്നായിരുന്നു. ശേഷം ഞാൻ പോകുന്ന നേരത്ത് ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, 3 മാസത്തിനുള്ളിൽ എനിക്ക് വിസയും ടിക്കറ്റും തന്ന് അനുഗ്രഹിക്കണമെന്ന്. ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കറക്റ്റ് 3 മന്ത്സായി. അപ്പോൾ എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആയെന്നും പറഞ്ഞ് മെയിൽ ലഭിക്കുകയും തുടർന്ന് ടിക്കറ്റ് ലഭിച്ചു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഒക്ടോബർ 20 ആയപ്പോൾ ഞാൻ UK പോയി. പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴിയാണ്. ഞാൻ OSCE എക്സാമിൻ്റെ റീസിറ്റിൻ്റെ സമയത്ത് എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോകുന്ന നേരത്ത് ഞാൻ വചനം എടുത്തിട്ടാണ് പോയത് റൂമിൽ നിന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇങ്ങനെയാണ്: മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27 എന്നുള്ള വാക്യം ഇത് ലഭിച്ചാണ് ഞാൻ പോയത്. എക്സാമിന് പോയി ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പോയതും അറ്റൻഡ് ചെയ്തതും. പക്ഷേ എനിക്കൊരു ഡോക്യുമെൻറ്റേഷൻ മിസ്റ്റേക്ക് വന്നു. ഞാനപ്പോൾ ഈ വചനവും മാതാവിനെയും ചേർത്ത് പിടിച്ചാണ് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നടന്നത്. റിസൾട്ട് വരുന്നിടം വരെ എല്ലാവരും പറഞ്ഞു ഫെയിലാകാനാണ് ചാൻസ് കൂടുതലെന്ന്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. പിന്നീട് 2024 ഏപ്രിൽ 8 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ ഉടമ്പടി വെച്ച ഒരു നിയോഗം പോലും എനിക്കങ്ങനെ സാധിച്ചു കിട്ടിയില്ല. പക്ഷേ ഈ ഒരു ഉടമ്പടിയുടെ ഈ പീരീഡിൽ എനിക്ക് മാതാവിൻ്റെ ഒരു വലിയ ഒരു പ്രൊട്ടക്ഷനാണ് കിട്ടിയത്. ഞാൻ ആൽബേനിയയ്ക്ക് പോവുകയും അവിടെ വെച്ച് എൻ്റെ ബയോമെട്രിക് പെർമിറ്റ് കാർഡ് എനിക്ക് നഷ്ടപ്പെട്ടു. തുടർന്ന് ഞാനവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായി. കാരണം എനിക്ക് തിരിച്ച് UK പോകാൻ പറ്റത്തില്ല ഈ കാർഡില്ലാതെ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയത് പകരം റീപ്ലേസ്മെൻറ്റ് BRP വിസ കിട്ടിയാലേ എനിക്ക് തിരിച്ച് റിട്ടേൺ ചെല്ലാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് ഞാൻ എമർജൻസി ആയിട്ട് അൽബേനിയ വെച്ച് അപ്ലൈ ചെയ്തു. പക്ഷേ 5 അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് വരേണ്ട കാര്യത്തിൽ ഒരു ഡിസിഷൻ പോലും വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ജൂലൈ 8 അടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ശരി, എൻ്റെ ഉടമ്പടി വെച്ച് ഒരു കാര്യവും സാധിച്ചു തന്നില്ല, സാരമില്ല, പകരം എനിക്ക് മാതാവ് ഒരടയാളമായിട്ട് അല്ലെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് എൻ്റെ ഈ വിസയുടെ ഡിസിഷൻ അപ്രൂവ് ആക്കി തരണേന്ന് പറഞ്ഞു. അത് ജൂലൈ 8 അത് മൺഡേ ആണ്. അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളുടെ ദിവസമാണ്. ജപമാല പ്രകാരം എനിക്ക് ആ അനുഗ്രഹം തന്ന് അനുഗ്രഹിക്കണേ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു 10 മണി ടൈമിൽ എനിക്ക് എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു. UKIVയുടെ വന്നു, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനെന്നും പറഞ്ഞ്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ വെക്കുന്ന നിയോഗങ്ങൾ നടന്നില്ലെങ്കിലും മാതാവ് നമ്മളെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഞാൻ. ശേഷം ഞാൻ UK തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ UK BRP റീപ്ലേസ് ചെയ്തത് ഓൺലൈനിലൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഈ വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ റൈറ്റ് ടു വർക്കും അതുപോലെ തന്നെ റൈറ്റ് ടു റെൻറ്റിനും ഒക്കെ എനിക്ക് ഓൺലൈനിൽ എൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കാണിക്കുന്നില്ല. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആകും. സോ ഞാൻ വീണ്ടും ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു എൻ്റെ ഈ വിസ അപ്രൂവ് ആക്കി തരണേ എന്ന്. അതും ഞാൻ നാട്ടിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്തു തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിൽ വരുന്നതിന് ഒരു 2 വീക്സ് ബിഫോർ എനിക്ക് എൻ്റെ BRPയുടെ ഇതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഈ വിസ എനിക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയധികം എനിക്ക് ചെറുതും വലുതുമായ ഉള്ള അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പത്രങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞാൻ UK മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ധ്യാനങ്ങളും ഒക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട്
എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസറി സ്റ്റോറിൽ നമുക്ക് ഫുഡ് മേടിച്ചിട്ട് അത് ഡൊണേറ്റ് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. പിന്നെ പാവപ്പെട്ടവരെയൊക്കെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടാറുള്ളപ്പോൾ ഞാൻ അതും ചെയ്യാറുണ്ട്. മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ ബൈബിള് വായിക്കാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു.